പല്ല് തേച്ച് എന്നിട്ട് എൻ്റെ ഉറക്കമൊന്നും മാറണില്ല. ഞാൻ ഇപ്പോൾ ഇടയിൽ വിളിക്കണോണ്ടാണ് ഞാൻ നേരത്തെ നീറ്റത്. അല്ലെങ്കിൽ ഞാൻ എത്രയൊക്കെ എണീക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരിമ്പഴം കൂടെ കാട്ടിയിട്ട് കട്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അത് കാണുമ്പോൾ എനിക്ക് അവിടേക്ക് പോകാൻ തോന്നും. പിന്നെ നിങ്ങൾ ഈ കരിമ്പഴാക്കണം ഈ വീടൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേഘ ചേച്ചി അല്ല ഉണ്ണി ചേച്ചി ഇവിടുന്ന് കൊണ്ട് ഡെയിലി ലൈഫ് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഉണ്ണി ചേച്ചി ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഉണ്ണി ചേച്ചിനെ കണ്ടിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ ഉണ്ണി ചേച്ചിനെ കണ്ട് അത്ര എത്താം. പക്ഷെ ഉണ്ണി ചേച്ചി ഭയങ്കര അതാട്ടോ. പക്ഷെ ഉണ്ണി ചേച്ചിക്ക് പ്ലേ ബട്ടൺ ഉണ്ണി ചേച്ചി വിചാരിച്ചാൽ നന്നായി നടക്കട്ടെ. പക്ഷെ ഉണ്ണി ചേച്ചി എപ്പോഴെങ്കിലും ഉള്ളൊരു വീഡിയോ ആണെങ്കിൽ പോലും സബ്സ്ക്രൈബേഴ്സാണ്. പണ്ട് ആകെ 8 വീഡിയോസ് ഉണ്ട്, 25 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ആകെ 18 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്താ വീഡിയോ ചേച്ചി ഇങ്ങനെ ആഗ്രഹിച്ച് ഇതാക്കിയിട്ട ചേച്ചിക്ക് ഭയങ്കര ഇതാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തെനകുളം കാട്ടി കുറച്ച് കഴിഞ്ഞിട്ട് പാടത്തേക്ക് ചെല്ലാം. പക്ഷേ പാടത്തേക്ക് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറബിക്കടലിലെത്തും. നമ്മൾ വിഷമിപ്പിക്കും, നമ്മുടെ അമ്മ അടിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ആ സമയത്ത് തന്നെ പോയത് ഇന്ന് എനിക്ക് കിട്ടി ഗായ്സ്. ഞാൻ ഓടുക മഴത്ത് അങ്ങോട്ട് തള്ളി വീഴണ്ടോ. ഞാൻ അങ്ങനെ ഓടിയിടുക. ആ വഴിയില്ലേ, ആ സിമൻറ്റ് ചേച്ച വഴി കൂടെ കൊണ്ട് ഓടി അങ്ങനെ വെള്ളം അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് സ്ലിപ്പായത് അങ്ങോട്ട് തല അടിച്ചുകൊണ്ട് വീണ് ഗായ്സ്. ഞാനേ കളിക്കുകയായിരുന്നു വീണ്. അത് നിങ്ങൾ അനയും വീണു ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഞാൻ രക്ഷാപ്രവർത്തനമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ന്യൂസിലും ഭയങ്കര ഇതാണ്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം തീയതി എക്സാം തുടങ്ങും. അപ്പോൾ 5-ാം തീയതിക്ക് എക്സാമിന് ചിലപ്പോൾ പോകാൻ പറ്റില്ല. ഈ മഴ നിൽക്കണ്ടേ എന്നും കണ്ടോ ഒരാളവിടെ നടക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് കണ്ടോ അത്രയും മഴയുണ്ടോ. അത് ഞാൻ രക്ഷാപ്രവർത്തനം കണ്ടിട്ട് തീരെ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര വിഷമമൊന്നുമില്ല. എക്സാമിന് പോകാൻ പറ്റിയിരിക്കാതെ അത്ര സന്തോഷമല്ലേ ഗായ്സ്. ഞാനിനി പഠിപ്പ് തുടങ്ങണം. 4 ലെസണും 3 ലെസണൊക്കെ ഉണ്ട്. SS ആകെ 3 ലെസൺ ഉണ്ട്. പക്ഷേ അത് തിരിച്ചു മറിച്ചിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ കൂടെ പഠിക്കാം ഗായ്സ്. നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം TV കാണാം. ഗായ്സ് നമ്മൾ കുറച്ച് നേരം TV കണ്ടിട്ടുണ്ട് കേട്ടോ. ഗായ്സ് ഇപ്പോൾ തന്നെ ഏകദേശം മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ കുടിക്കണം. അപ്പോൾ ഇനി പോയിട്ട് ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ചായക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ചായക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചായ കുടിച്ചിട്ട് കേട്ടോ. ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യാം. എൻ്റെ ഇതിൽ ഞാൻ ചായ കുടിക്കും. പഠിപ്പ് ഞാനപ്പോൾ SS ഫുള്ള് പഠിച്ച SS ആണല്ലോ. അടുത്ത് ഫുള്ളൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ കിട്ടും ഒരു പാഠം ഞാൻ ഇന്നലെ പഠിച്ചു. ഞാൻ കുറച്ച് വെള്ളം കുപ്പി എടുത്ത് വെച്ചിട്ട് ഓരോ പഠിക്കുന്ന അങ്ങനെ വെള്ളം കുടിച്ച് ഞാൻ പഠിച്ചു. രാവിലെ എത്തിക്കാൻ കുറച്ച് വെള്ളം കുടിച്ച് നേരത്തെ കഴിച്ച് വെള്ളം കുടിച്ചപ്പോൾ വിശക്കുന്നില്ല. എനിക്ക് ചോറുന്നുമ്പോൾ ആവത്തില്ല. അപ്പോൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ച് 10 മണിക്ക് കൊടുക്കും. TV കണ്ടിട്ട് കഴിക്കാം. അങ്ങനെയൊന്നുമില്ല. കിട്ടുമ്പോഴത്തേക്കും ഇപ്പം എന്താ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ. ഇനി മുതൽ ഞാൻ എങ്ങനെയാണ് ചായ കുടിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചായ കുടിച്ചാൽ കേട്ടോ. TV കണ്ട ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു രസക്കാഴ്ച ഞാൻ നമുക്ക് കാട്ടിത്തരാം കേട്ടോ. ഇതൊക്കെ വെള്ളം കയറിയിട്ട് ഇങ്ങനെ വെള്ളപ്പൊക്കം കയറുമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും വെള്ളപ്പൊക്കം ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ
ഇതുവരെയിട്ടും മാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജനിച്ച് മുതൽ ആ സിമൻറ്റ് ആ പാടത്തിൻ്റെ ഈ കരമണക്കുളത്തിൻ്റെ പകുതി വരെ വന്നിട്ടുണ്ടായിരുന്നു. സാധാ വെള്ളത്തിൽ പോകും, അത് ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ അത് കൂടും, മഴ ഇല്ലാത്തപ്പോൾ അതിന് പോകും. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ഏക്കറൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ